ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു KL14 നാത്തൂൻസ്. അപ്പോൾ ഈ വ്ലോഗെങ്കിലും 1,000,000 അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പൂജാമുറി വെച്ച് തുടങ്ങിയത്. ഇത്തും ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട. ഇപ്പം കണ്ടോ, വെറും സെക്കൻഡുകൾ കൊണ്ട് ഇത്തുതാ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത്. ആക്ച്വലി ഇതൊരു ഭയങ്കര ഹാപ്പനിങ് വ്ലോഗാണ്. എല്ലാ വ്ലോഗിനെ പോലെയും ഇതൊരു ഫാമിലി വ്ലോഗാണ്. നമ്മൾ ബൈത്തേട്ടൻ്റെ മൂത്ത ചേച്ചി സുനിയേച്ചിനെ കാണാൻ വേണ്ടി കോഴിക്കോടേക്ക് പോവാണ്. എലക്ഷൻ ആയതുകൊണ്ട് ഏട്ടന് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആയി. ഏട്ടൻ DYSP ആണല്ലോ. അപ്പോൾ നമ്മൾ അമ്മയും ചേച്ചിയും ഹോസ്പിറ്റലിന് നേരെ കോഴിക്കോടേക്കാണ് വന്നത്. അപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് കുറച്ച് നേരം വണ്ടിയൊക്കെ ചാർജ് ചെയ്തു. ആ സമയത്ത് നടന്ന് എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ മുഴുവൻ ഉറക്കമായിരുന്നു ഗൈസ്. കോഴിക്കോട് എത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തെന്താണെന്നറിയോ? അതെ, നേരെ പാരഗണിലേക്ക് പോയി. പാരഗണിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇതിനു മുന്നേ 1-2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ മെമ്മറിയിൽ അതങ്ങ് രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈത്തേട്ടനാണ് പറഞ്ഞത് ഇവിടുത്തെ വെള്ളയപ്പും ചിക്കൻ സ്റ്റൂ ആണ് അടിപൊളി ടേസ്റ്റ്, പിന്നെ പൊറോട്ടയും ബീഫ് റോസ്റ്റും നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ അതൊക്കെ കഴിച്ചു. കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ഇതാണ് ഇവിടുത്തെ ഫ്ലാറ്റ്. അപ്പോൾ ഏട്ടൻ വന്നു, നമ്മളെ പിക്ക് ചെയ്തു. നമ്മൾ മുകളിൽ പോയി കുറേ നേരം റെസ്റ്റ് എടുത്തു, പൂളിലൊക്കെ കളിച്ചു. അതിൻ്റെ ഫുട്ടേജൊന്നും ഞാൻ എടുത്തില്ല, കാരണം റിയലി ഞങ്ങൾ എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഏട്ടൻ വന്നതിന് ശേഷമാണ് എനിക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കേരളത്തിലെ ഫസ്റ്റ് മോളായ ഫോക്കസ് മോളിലേക്ക് പോവാണ്. കോഴിക്കോട് ഹാസ് മൈ ഹാർട്ട്, അങ്ങനെ വേണം പറയാൻ. ബിക്കോസ് ഞാൻ എൻ്റെ ഒരു ബാച്ചുലർ ലൈഫ് ജോലി കിട്ടിയിട്ട് സ്പെൻഡ് ചെയ്തത് മേജറായിട്ട് കോഴിക്കോട് സിറ്റിയിലാണ്. അതുകൊണ്ട് എനിക്ക് കോഴിക്കോട് വരുമ്പോൾ കുറേ നല്ല ഗുഡ് മെമ്മറീസ് ഉണ്ട്, ബാഡ് മെമ്മറീസും ഉണ്ട് കേട്ടോ. ആ മഴക്കാലം പ്രളയത്തിൻ്റെ സമയത്ത് വീട്ടിലെത്താൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കുടുങ്ങിയതും അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പാരഗണിലെ വാഷ്റൂം നല്ല അടിപൊളിയായിരുന്നു, ഭയങ്കര ഒരു വിൻറ്റേജ് വൈബായിരുന്നു. അങ്ങനെ ഞാൻ ഈ ജെൻ ആൽഫ പിള്ളേരുടെ മില്ലേനിയലായി ഞാൻ കുറച്ച് വൈബ് പിടിച്ചതാ. ഇതാണ് കേട്ടോ നമ്മൾ കുഞ്ഞു ഫാമിലി. അച്ഛൻ അതിലില്ല, അച്ഛൻ നമ്മൾ മിസ്സായി. ഇത്തു ഫുഡ് കഴിക്കാൻ അവിടെ ഇരുന്നപ്പോഴും ചെറുതായിട്ടൊന്ന് മയങ്ങി. കാരണം എന്താ വെച്ചാൽ പൂളിൽ ഇവരൊക്കെ കളിച്ച് ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ചില്ലിയും മയങ്ങി. ആ ഫുട്ടേജ് ഞാൻ എടുക്കാൻ വിട്ടു. അപ്പോൾ പാർവി നിധിയും കൂടെ ട്വിന്നിങ് ആയിട്ട് അവർ ഒരേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രസിയേച്ചി ഹൈദരാബാദിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. രണ്ടുപേരും കാണാൻ നല്ല ഭംഗിയില്ലേ. ഇവരെപ്പോഴും ഒരേപോലെ ഡ്രസ്സ് ചെയ്യാറുണ്ട്. ഇത്തും ചില്ലിയും ചെയ്യുന്ന പോലെ ഇവർ രണ്ടുപേരും എപ്പോഴും ഒരുപോലെ ചെയ്യാറുണ്ട്. രണ്ടാളെയും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല മക്കളാണ് രണ്ടാളും. പിന്നെ ഇവരെടുത്തു നിന്നാണ് ഞാൻ കുറേ ജെൻസി ടേംസ് ഒക്കെ ഇല്ലേ, ഫ്ലെക്സ് ചെയ്യുക, അങ്ങനെ കുറേ ഇതിൻ്റെ മീനിങ് ഒക്കെ ഞാൻ മിക്കതും ഇവരുടെ അടുത്തു നിന്നാണ് പഠിച്ചെടുക്കുന്നത്. ഇവരുടെ അടുത്ത് കൂടുമ്പോൾ നമുക്ക് കുറേ അധികം നോളേജ് വരുന്നുണ്ട് ഈ ഒരു ജനറേഷനെ പറ്റിയിട്ട്. പിന്നെ ഇവർ മന്തിയാണ് ഓർഡർ ചെയ്തത് രണ്ടാളും കൂടെ. നമ്മളെല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്തു, പക്ഷെ അവിടെ ബിരിയാണി ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ വേറെ ഏതോ ബ്രാഞ്ചിൽ നിന്ന് കൊണ്ടുപോയിച്ചതാണ്. അപ്പം ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണിക്ക് വേണ്ടിയിട്ട്. എപ്പോഴും പാരഗണിൽ കിട്ടുന്ന ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി. കാരണം വേറെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയി ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു കുനാഫ ഹബ്ബെന്ന് നമ്മൾ എന്താണ് സലങ്കാട്ടിയോ അങ്ങനെ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ണിയുടെ കല്യാണമാണ് വരുന്നതെന്നുള്ളതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പിന്മാറി. ഒരു സ്പൂണ് കഴിച്ചിട്ട് ഞാൻ പിള്ളേർക്ക് അങ്ങ് വിട്ടുകൊടുത്തു. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി. കല്യാണം പ്രമാണിച്ചിട്ട് എല്ലാവർക്കും ഒട്ടനവധി പർച്ചേസുകൾ ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് കുറച്ച് ഡ്രസ്സിങ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു. ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ഷോപ്സൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്തായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായത്. ബിബയിൽ പോയി, സോച്ചിൽ പോയി, പക്ഷെ നമുക്ക് വേണ്ട ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഏട്ടനും വൈതേട്ടനൊക്കെ കൂടി മറ്റേ മസാജിങ് ചെയറിലിരുന്ന് നല്ല സുഖമായിട്ട് മസാജ് ചെയ്യായിരുന്നു. അമ്മയും ചേച്ചിയെല്ലാം അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ട്രെൻഡ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് എന്തോ ഫാൻസി വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഈ ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത്, അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. ബീച്ചിലേക്ക് എത്തിയപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ പേര്, ജലന്ധറോ അല്ല, അയ്യോ, ആ തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഗൈസ്. അയ്യോ, ഞാനിതിൻ്റെ പേരങ്ങ് മറന്നുപോയല്ലോ ഭഗവാനെ. ആ സാധനം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അടുത്തുള്ള തണ്ടയോ എന്താണ്, എനിക്കങ്ങോട്ട് അതിൻ്റെ പേരൊട്ടും ഓർമ്മ വരുന്നില്ല. ഒരു തണുത്ത ഇതിലിട്ട ഒരു സാധനം, അത് കുടിക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അതാ ഞാനിപ്പോൾ ഈ സാധനത്തിനെ കാണിച്ചുതരാം. ഈ സാധനമാണ്. ഈ സാധനത്തിൻ്റെ പേരെന്താണ്? അയ്യോ, എനിക്കിപ്പോൾ ഇനി വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയാലേ എനിക്കിന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ അല്ല, കുറച്ചൊരു മിൽക്കി, ഒരു മിൽക്ക് മെയ്ഡ് മറ്റെന്താ പേട, ആ ഒരു ഫ്ലേവറാണ് ഈ സാധനം വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി.
4 വർഷങ്ങൾക്ക് മുന്നായിരുന്നു ഞാൻ കോഴിക്കോട് ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിന്ന് നോക്കുമ്പോഴത്തേക്കും ഫുൾ ചേഞ്ചാണ്. നല്ല നീറ്റായി, കുറേ നല്ല ഷോപ്സ് വന്നു. അപ്പോൾ ഇതൊരു വളരെ വളരെ ചെറിയൊരു വ്ളോഗാണ്. ഇത് കഴിഞ്ഞ് നമ്മളെല്ലാം വീട്ടിൽ പോയി പുതിയൊരു വ്ളോഗിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതുവരേക്കും ബൈ.